2015 ഞാനിവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. 2016 മത്സരിച്ചപ്പോൾ ഇവിടെ നടന്നൊരു പ്രചരണം, മുരളീധരൻ കോഴിക്കോടുകാരനാണ്, അദ്ദേഹത്തെ ജയിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അവിടെയായിരിക്കും, നിങ്ങൾക്ക് MLA കാണാൻ പോലും കിട്ടില്ല. പക്ഷേ അതൊക്കെ വെറും പ്രചരണമായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം ഞാൻ ഇവിടുത്തെ ആളുകൾക്ക് അവൈലബിൾ ആയിരുന്നു എന്ന് മാത്രമല്ല, ഇവിടുത്തെ സാമൂഹ്യമായിട്ടുള്ള ചടങ്ങുകൾ, മരണമാണെങ്കിലും വിവാഹമാണെങ്കിലും ഗൃഹപ്രവേശമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളിലും ഞാൻ എത്തുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും കോവിഡിൻ്റെ ഒരു 1.5 വർഷക്കാലമുള്ള ചില നിയന്ത്രണങ്ങൾ, സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ആ കാലത്ത് പല പരിമിതികളുണ്ടായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പീരീഡിൽ മുഴുവൻ സജീവമായിട്ട് ഞാൻ ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് എന്നെ സമീപിക്കാം, അവരുടെ പ്രശ്നങ്ങളിൽ സാധിക്കുന്ന രീതിയിൽ ഞാൻ ഇടപെടും. അപ്പോൾ ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെയുള്ള പൊതുപ്രവർത്തകനെ ജനം കൈവിടില്ല എന്നുള്ളതിൻ്റെ സന്ദേശമാണ് എനിക്ക് തോന്നുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾക്ക് ജനങ്ങൾ നൽകുന്നത്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ അവരുടെ വിജയസാധ്യത, അവർ ആ പ്രദേശത്ത് തന്നെ ഉള്ളവരാണെങ്കിൽ ഏറ്റവും അഭികാമ്യം, അങ്ങനെയുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വരണം. അത് ഇത്തവണ കുറേ സ്ഥലങ്ങളിൽ നടന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ലഭ്യമല്ലാതിരിക്കുന്ന ഘട്ടങ്ങളിലാണ് ചിലപ്പോൾ തൊട്ടപ്പുറത്തെ സ്ഥലത്തോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ നമ്മൾ പരീക്ഷിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ക്രമേണ ഓരോ പ്രദേശത്തും, മാത്രമല്ല പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാവും. ചാത്തന്നൂരിൽ ഗോപകുമാർ ഇതേപോലെ കഴിഞ്ഞ 10 വർഷമല്ല, അദ്ദേഹം ദീർഘകാലമാണ്, അദ്ദേഹം ആ നാട്ടുകാരൻ തന്നെയാണ്, എങ്കിൽ പോലും അവിടെ ജനിച്ചു വളർന്ന ആളാണ്, എങ്കിൽ പോലും 10 വർഷം അദ്ദേഹം ഫോക്കസ്ഡായിട്ട് അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് BJPയുടെ മറ്റ് പ്രവർത്തകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മഞ്ചേശ്വരത്ത് എന്താണ് പ്രതീക്ഷിച്ചത്, പ്രതീക്ഷക്കപ്പുറത്ത് എന്താണ് സംഭവിച്ചത്, അവിടെ ന്യൂനപക്ഷ ഏകീകരണം അഥവാ, കാരണം അവിടെ SDPI സ്ഥാനാർത്ഥി പിൻവാങ്ങുകയോ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ മറ്റൊരു അജണ്ട ഉണ്ടായിരുന്നോ എന്നുള്ളത് പഠിച്ചതിന് ശേഷമായിരിക്കും അത് കൃത്യമായിട്ട് അവിടെ കണക്കൂട്ടലിന് അപ്പുറത്താണോ സംഭവിച്ചത്, അതോ ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത എന്ന് ഏറ്റവും ചുരുങ്ങിയത് പോളിങ്ങിന് ശേഷമെങ്കിലും വിലയിരുത്തിയിരുന്നുവോ എന്നുള്ളത് അറിയാൻ പറ്റുക. ഇടതുപക്ഷത്തിന് സാധാരണ കിട്ടിയിരുന്ന വോട്ടിൽ 20,000 വളരെ കുറവാണ്. അപ്പോൾ അവിടെ 20,000-ഓളം വോട്ടാണ്. അവിടെ ഒരു ക്രോസ് വോട്ടിങ് നടന്നതിൻ്റെ ഒരു എണ്ണം കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. CPM അവിടെ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിനെ സഹായിച്ചു എന്നുള്ളത് കണക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അങ്ങനെ ഒരു നിഗമനത്തിൽ മാത്രമേ എത്താൻ പറ്റൂ. മറ്റൊരു മുതിർന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് വലിയ പ്രതീക്ഷയുമായിരുന്നു, പ്രചരണത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. അവിടെ എന്തായിരിക്കാം സംഭവിച്ചത്? അല്ല, അവിടെയും സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം മുനിസിപ്പാലിറ്റിയിൽ BJP ലീഡ് ചെയ്യുന്നു, പിരായിരി കണ്ണാടി പഞ്ചായത്തുകളിൽ BJPക്കെതിരായിട്ടുള്ള ഒരു ഏകീകരണം വരുന്നു. അവിടെയും CPMഉം കോൺഗ്രസും ഒരുമിച്ച് വരാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും വന്നിട്ടുള്ളതാണ്. അത് കൃഷ്ണകുമാർ മത്സരിച്ചപ്പോഴും വന്നിട്ടുണ്ട്, ശ്രീധരൻ സാറ് മത്സരിച്ചപ്പോഴും വന്നിട്ടുണ്ട്. ആകെ അന്ന് ശ്രീധരൻ സാറ് മത്സരിച്ച കാലത്ത് ഏതാണ്ട് 3000 വോട്ടിൻ്റെ ലീഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ലീഡ് കുറച്ച് കൂടി. അപ്പോൾ ഈ പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റിയുടെയും ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും, ഈ പ്രദേശങ്ങളിലൊക്കെ BJP വിരുദ്ധ വികാരം ഇളക്കിവിടാൻ CPMഉം കോൺഗ്രസും ചില മത സംഘടനകളും ചേർന്ന് സംയുക്തമായിട്ട് ശ്രമിച്ചു എന്നുള്ളത് ഒരു വിലയിരുത്തലിൽ എത്തേണ്ടി വരും.